എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഇതിൻ്റെ ഒരു അവസാനം എന്തായിരിക്കും എന്ന് നമുക്കറിയണ്ടേ. ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജീസ്, മനുഷ്യൻ്റെ എനർജീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ. അവർക്കൊരു മനംമാറ്റം വന്നിരിക്കാം, ഡിസിഷൻസ് മാറി മറിഞ്ഞിരിക്കാം, സിറ്റുവേഷൻസ് ചേഞ്ച് ആയിരിക്കാം. നമ്മൾ ഇടയ്ക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരേ കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നോക്കുന്നത് കേട്ടോ. നല്ല ഔട്ട്കം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കൂ. തുടങ്ങാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യരുത്. അതുപോലെ നല്ല കാര്യങ്ങൾ, പോസിറ്റിവിറ്റി മാത്രം ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എനിക്ക് കുറേ പേരുടെ കമൻസ് വരുന്നുണ്ട്, ലൈക്ക് അവർക്ക് ഒരു റീയൂണിയൻ പോസിബിളായി അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. മാനിഫെസ്റ്റേഷൻ കുറച്ച് പേർക്കെങ്കിലും വർക്ക് ചെയ്തു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇന്നത്തെ 2ാമത്തെ വീഡിയോയിൽ നിങ്ങളുടെ വീനസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, വീനസ് മെയിനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സിനെയും ഈവൻ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ കുറച്ച് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ വെറുതെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റെമഡീസാണ്. അത് ഞാൻ അറിഞ്ഞതും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതും എനിക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം, കാരണം ഇതിലിടുമ്പോഴത്തേക്കും ഒരുപാട് ലെങ്തി ആയി പോവും. ഓക്കെ, അപ്പം വൈകിട്ടത്തെ 2ാമത്തെ വീഡിയോ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഹീലിങ്ങിന് വേണ്ടിയിട്ട് ചിലർ മെഡിറ്റേഷൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം, ഒരുപാട് സമയം കളയണ്ട. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് ലോങ് ടേം ആവട്ടെ ഷോർട്ട് ടേം ആവട്ടെ, അതിൻ്റെ ഔട്ട്കം എന്താണ്, അവരുടെ ഡെസ്റ്റിനിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അവർക്കൊരു റീയൂണിയൻ പോസിബിൾ ആണോ, അവരുടെ ലൈഫിൽ ഒന്നിക്കാൻ സാധ്യതയുണ്ടോ, എന്താണ് അതിൻ്റെ ഡെസ്റ്റിനി, അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെസ്റ്റിനി എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. എടുക്കണേ. 10 of Swords, 4 of Cups, 6 of Wands, Page of Pentacles, Hierophant, 9 of Wands, Queen of Swords, 8 of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 8 of Pentacles. ഒറ്റ നോട്ടത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് കാണുന്നത്. ഔട്ട്കം ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ക്ലാരിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. അറ്റ് പ്രസൻറ്റ് അവർ പെയിനിലാണ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വിക്ടറിയിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയം അവർ നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ്, DP, അതേപോലെ നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇവർ നോക്കുന്നുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് എന്തോ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പറ്റിയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ഇവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചിലരുടെയെങ്കിലും പാർട്ട്ണർ ഇത്തിരി ട്രഡീഷണൽ ഔട്ട്ലുക്കുള്ള ആൾക്കാരാണ്. ചിലർ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. 4 പേര് അറിയുന്ന ആൾക്കാരാണ് അവർ. ഓക്കെ, ചിലരെങ്കിലും ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. വെയിറ്റിംഗ് പീരീഡിൽ വരാൻ കാരണം അവർക്ക് അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഒരു ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി അവിടെ ഉള്ളത് കാരണം വെയിറ്റ് ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം എന്നവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും മെസ്സേജ് വരാനുള്ള സാധ്യത 100% ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞാനിത് പറയുമ്പോൾ ഉറച്ച് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിരിക്കും കേട്ടോ.
അതെ, നമ്മൾ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഡൗട്ടിങ് ആയിട്ട് ഇപ്പം മാനിഫെസ്റ്റേഷൻ ഞാൻ പറയാറില്ലേ, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വരുമോ വരില്ലേ നമുക്ക് ഹാഫ് മനസ്സായിരിക്കും. കാരണം നമ്മളെ ഡൗട്ട്ഫുള്ളാണ്, ഇത് വരുമോ വരില്ലേ, ഇവർ വരുമോ വരില്ലേ എന്നുള്ള ആ ഡൗട്ട് വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗട്ടേ അവിടെ മാനിഫെസ്റ്റ് ആവുള്ളൂ കേട്ടോ. വരും എന്ന് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂണർ ഓർ ലേറ്റർ അത് വർക്കൗട്ട് ആവും. ചിലർക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ അതൊരു പോസിറ്റീവ് ഔട്ട്കമ്മിൽ തന്നെ വരും. അത് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ, ഡിവൈൻ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഈ പേഴ്സൺ ആണ് ഉള്ളത് എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഈവൻ കരിയർ ആവട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള കരിയർ ആണ്, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അങ്ങനെ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രമേ കാര്യങ്ങൾ, വിശ്വാസം അതാണെല്ലാം എന്ന് പറഞ്ഞ പോലെ, അത് ഉറച്ച് വിശ്വസിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുള്ളൂ. അമാവാസി വരുന്നുണ്ടല്ലോ, കർക്കിടകവാവ് വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ബേ ലീഫ് മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് വീണ്ടും ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ചിലരെങ്കിലും ഈ സമയത്ത് വർക്കിൽ, അവരുടെ ജോലിയിൽ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നമുക്കറിയേണ്ടത് ഔട്ട്കമ്മാണ്. ഇത് ഇവരുടെ പ്രസൻറ്റ് സിറ്റുവേഷനാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റിയത്. ഡിവൈൻ, പ്ലീസ് ഗിവ് മീ എ ക്ലിയർ ഗൈഡൻസ് on what is the outcome of each of these scenarios. Will my viewers person come back to them? Will they have a reunion? Will they have a permanent union? Please guide. ഓവറോൾ രാശി വേണമെങ്കിൽ ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോവാം. ലിബ്ര, ജെമിനി, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ബോൺസും ഉണ്ട്. ആക്ച്വലി എല്ലാം തന്നെയുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. മേടം, ചിങ്ങം, ധനു കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ടോറസ്, ഋഷഭരാശി, ഇടവരാശി കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, 10 ഓഫ് സ്വാർഡ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ. നൈറ്റ് ഓഫ് വാൻഡ്സ്, 5 ഓഫ് വാൻഡ്സ് ആൻഡ് 2 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, ഇവർ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്, നിങ്ങളോട് സ്നേഹമുണ്ട്. ഓക്കെ, ഭയങ്കര പെയിനിലാണ്, നിങ്ങളായിട്ട് സെപ്പറേഷൻ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണെന്ന് പറയാനും ഇല്ല, കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി വെച്ചിട്ട് ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ് മാനസികമായിട്ട്. പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് മൂലം ഇവർ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, പക്ഷേ ഇവർ ആ തേർഡ് പാർട്ടിയുടെ കൂടെ ഒട്ടും ഹാപ്പി അല്ല. നമ്മളിത് കാണുന്ന സമയത്ത് ഒരു പക്ഷേ ഇവർ തമ്മിൽ വഴക്കിടുകയായിരിക്കും. കോൺസ്റ്റൻറ്റ് വഴക്കാണ് അവിടെ കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വഴക്കാണ് കാണുന്നത്. പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാനുള്ളൊരു സൊല്യൂഷനാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരിപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ആ സിറ്റുവേഷനിൽ നിന്ന് എത്രയും വേഗം പുറത്ത് കടക്കണം എന്നുള്ള വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഇവർക്കുണ്ട്. Give me the final outcome, Divine. Please give me the final outcome. Give me the final outcome. Aries, Leo, Sagittarius, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഈ ഇതിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. ഇത് വീണായിരുന്നു. 5 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 3 ഓഫ് പെൻഡക്കിൾസ്. പെൻഡക്കിൾസ് ആണ് ഇവിടെ പ്രോബ്ലമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അതായത് ഇവർക്ക് ഫൈനാൻഷ്യലി ഇവർക്ക് എന്തോ ഒരു ഇഷ്യൂ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾ അൺമാരീഡ് ആണെങ്കിൽ, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പാരൻ്റാണ് അവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഇൻ ദാറ്റ് കേസിൽ വരിക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഈ സമയത്ത്. അവർ പൈസ തന്നാലേ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്പൗസ്, നിങ്ങളാണായാലും പെണ്ണായാലും, നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ എക്സ്പെൻസസിൽ ഈക്വലായിട്ട് ഒരു ഷെയർ എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കേസൊക്കെ വന്നാൽ അവിടെ ഇവരെ സെറ്റിൽ ചെയ്യാൻ ഒരുപാട് പൈസ ഇവർ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത
ഇതെല്ലാം ആണ് അവർ കൺഫ്യൂഷനിലാക്കുന്നത്. പക്ഷേ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. അവർ കൺഫ്യൂസ്ഡാണ്. അവിടെ അവരൊരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു പക്ഷേ ഈ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് സോൾവ് ആയാൽ അവർ ഒരു സ്ട്രോങ് തീരുമാനം എടുത്തിട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നവർ പാഷനേറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാരണം അവർക്ക് മതിയായിട്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് സ്ട്രഗിളാണ്. അവരൊട്ടും ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ. പ്ലീസ് ക്ലാരിഫൈ. 4 ഓഫ് കപ്സ് മിസ്സിങ് എനർജിയാണ് കേട്ടോ. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. 8 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ്, ആൻഡ് ദ ഹാങ്ഡ് മാൻ. ഓക്കെ, അതിതീവ്രമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് അവരവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മിസ്സിങ് എനർജി വളരെ തീവ്രമാണ്. കാരണം 5 ഓഫ് കപ്സിലും വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ഹാങ്ഡ് മാൻ പറയുമ്പോൾ ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നാണ് കാണുന്നത്. മിസ്സിങ് എനർജിയാണ്, നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല. അതായത് ഇനി ഇവരുടെ ചിന്തകൾ മാറി വരുന്നുണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫൈനാൻസ് ആയിരിക്കണം അവരുടെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അവർക്ക് ഒരു പക്ഷേ ഇവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മറ്റാൾക്കാർ കാണുമായിരിക്കും. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഹാങ്ഡ് മാൻ വെച്ചിട്ട് പൈസസ് ആണ്, മീനരാശിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. അതേപോലെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഇത്രയും ആൾക്കാരാണ് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. What will be the next action? Final outcome. What action will they take for a final outcome? Will they have a reunion or a permanent union? What is stopping them? The sun പോസിറ്റീവ് ആണ് കാണുന്നത്. നൈറ്റ് ഓഫ് സ്വാർഡ്. ഈ ഒരു കേസ് ഇവർ നിങ്ങളെ തീവ്രമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ ജോലി സംബന്ധമായിട്ടൊക്കെ കുറച്ച് ദൂരദേശത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്തല്ല ഇവർ താമസിക്കുന്നത്. ഇവർ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടൊരു സ്ഥലത്താണ്. ട്രാവൽ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ മിസ്സിങ് എനർജി. ഇവരുടെ ജോലി അവിടെ ആയതുകൊണ്ട് ഇവർക്ക് എപ്പോഴും നിങ്ങളെ വന്ന് കാണാനും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ, അല്ലാതെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല. ഓക്കെ, കാരണം നമ്മൾ ബാക്കി കാർഡ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഫൈനൽ ഔട്ട്കം പറയാനായിട്ട്. ഫൈനൽ ഔട്ട്കം ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. ദ സൺ ആണ്. നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വെളിച്ചവുമായിട്ട് ഇവർ വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഈ കേസ് ഒരു മാരേജിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഒരു തേർഡ് പാർട്ടിയോ മറ്റ് വേറെ ബാധിപ്പുകളോ ഒന്നുമില്ല. ഓക്കെ, അവിടെ വെറും ഡിസ്റ്റൻസ് ആണ് പ്രോബ്ലമായിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങ് കവറാവും. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ക്ലാരിഫൈ. 6 ഓഫ് wands. 6 ഓഫ് wands ആസ് ഇറ്റ് ഈസ് ഒരു മാരേജ് പ്രപ്പോസൽ, വിക്ടറി എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്ലാരിഫൈ 6 ഓഫ് wands. 3 ഓഫ് കപ്സ്, the moon, Queen of wands. നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട്സാണ്, നിങ്ങൾ കൂടുതലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പരസ്പരം റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാത്തത് കൊണ്ടുള്ള ഭയങ്കരമായ വിഷമം, ഇൻസെക്യൂരിറ്റി ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂരിറ്റി പറയുമ്പോൾ നിങ്ങൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ ഇവർക്ക് ടെൻഷനാണ്. എങ്ങാനും അവർ പ്രപ്പോസ് ചെയ്ത് നിങ്ങളങ്ങ് പോവോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. ഇത് തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത സ്നേഹമാണ് കേട്ടോ. കാരണം നിങ്ങളുടെ അടുത്ത് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ പതിവായിട്ട് തമ്മിൽ കാണാറുണ്ട്. ഓക്കെ, ഇൻട്രാക്ഷൻ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ടായിരിക്കും.
അങ്ങനെയൊക്കെ. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ പതിവായിട്ട് കാണാറുണ്ട്. നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ് ഇവർ, നിങ്ങളെ പ്രതി റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ്. നിങ്ങളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാൻ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പ്രാഗൽഭ്യമുള്ള ആളാണ്. ഓക്കെ, അതെല്ലാം ഇവർക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഈ കേസും ഒരു വിക്ടറിയിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ കേസിൽ അൺഎക്സ്പ്രസ്ഡ് ലവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സക്സസ്സിൽ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതേസമയം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ആൾക്കാരും ഉണ്ട്. കാരണം 3 ഓഫ് കപ്സ് വരുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവിടെ ഈ അട്രാക്ഷനും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. ഇൻസെക്യൂരിറ്റി അവിടെയും ഉണ്ട്. കാരണം ഇവരുടെ റിപ്ലൈ എന്തായിരിക്കും എന്ന് നിങ്ങൾ പ്രപ്പോസ് ചെയ്താൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധേഡാണ്. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളോ അവരോ കേട്ടോ, ആരാണോ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരിതിനെപ്പറ്റി ഓവർ തിങ്കിങ് ചെയ്തിട്ട് ഇത്തിരി സങ്കടമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ പ്രപ്പോസ് ചെയ്താൽ അത് വിക്ടറിയിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഇവിടെ കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വാട്ട് ഈസ് ദ ഔട്ട്കം, ഫൈനൽ ഔട്ട്കം ഓഫ് ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് പ്ലീസ്? വാട്ട് ഈസ് ദ ഫൈനൽ ഔട്ട്കം ഇൻ ദിസ് കേസ് ഡിവൈൻ? 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ ഹെയറോഫന്റ്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അറ്റ് പ്രസൻറ്റ് അവരുടെ ജോലിയിൽ അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അവർ അറ്റ് പ്രസൻറ്റ് ജോലി സംബന്ധമായിട്ടാണ് നിങ്ങൾ തമ്മിൽ കാണാറുള്ളത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെയോ അവരുടെയോ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. ഹെയറോഫന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു മാരീഡ് പേഴ്സൺ ആണ് എന്ന് എടുക്കേണ്ടി തന്നെ വരും. പക്ഷേ അത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റിയിട്ട്, ഒരു പ്രപ്പോസൽ തരുന്നതിനെ പറ്റിയിട്ട്, കാരണം 6 ഓഫ് വോൺസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൺസിഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫൈനൽ കമ്മിറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം. മനസ്സിലായല്ലോ? നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയും. തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് അവർ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയും. ആ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ തമ്മിൽ മേജറായിട്ട് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതും അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് ചേർന്ന ആളാണോ എന്നൊക്കെ ഇവർ ഡൗട്ട് ചെയ്യുന്നത് പോലെയും കാണുന്നുണ്ട് കേട്ടോ. അതും ഒരു റീസണാണ് ഇവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാതിരിക്കാൻ. പക്ഷെ മേജർ റീസൺ വന്നിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഔട്ട്കം ഒരു പ്രപ്പോസൽ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഹെയറോഫൻറ്റിൻ്റെ ഇതറിയാലോ. ഹെയറോഫൻറ്റ് വന്നിട്ട് ടോറസ് ആണ്. ടോറസ് ഋഷഭരാശി. ഓക്കെ, അതുപോലെ വോൺസും പെൻറ്റക്കിൾ മൂണും ഉണ്ട്. മൂൺ വന്നിട്ട് പൈസിസ് മീനരാശിയാണ്. അതുപോലെ പെൻറ്റക്കിൾസ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. കപ്സ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും രാശികളാണ് ഇതിൽ കൂടുതലായിട്ടും റിഫ്ലക്റ്റ് ആയത്, അതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ലവേഴ്സ് കണ്ടല്ലോ. ക്വീൻ ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് വാൻഡ്സ്. എല്ലാം ഇവിടെ ഒരു പോസിറ്റീവ് കാർഡ് വന്നിട്ട് അതിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കാർഡ് വരും. ഓക്കെ, ഞാനിത്ര ഇത് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ഓൾറെഡി ചിലർക്ക് തോന്നും ഇവരിത്ര ലാഘവത്തോടെ കാര്യം ഹാൻഡിൽ ചെയ്യുന്നു, നമ്മളിവിടെ വേദനിച്ചിരിക്കുമ്പോൾ എന്ന്. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്നറിയോ? നിങ്ങളെ സ്ട്രെസ്ഡ്, ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ സ്ട്രെസ്സാക്കിയാൽ പിന്നെ ഇത് കാണുന്നതിൽ അർത്ഥമില്ലല്ലോ അല്ലേ?
നമ്മൾ ഉള്ളതിലൊരു പോസിറ്റിവിറ്റി കാണാൻ ശ്രമിക്കണം. സിറ്റുവേഷൻ മോശമാണെങ്കിൽ ഞാൻ അത് തന്നെ പറയും. കാരണം നിങ്ങൾക്കൊരു ഫോൾസ് ഹോപ്പ് തരുന്നതിൽ അർത്ഥമില്ല അല്ലേ. പക്ഷേ പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനതും പറയും. ഓക്കെ, നിങ്ങളെ പ്രതി ഇവർക്ക് വളരെയധികം സ്നേഹമാണ്. മിഥുന രാശിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ജെമിനായി അതേപോലെ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് അവരുടെ സ്പൗസിനെ പേടിയുമാണ്. ഓക്കെ, സ്പൗസ് ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ളൊരു സ്പൗസാണ് ഇവിടെ തേർഡ് പാർട്ടി. ഞാൻ സ്പൗസ് എന്ന് തന്നെ പറഞ്ഞത് ക്വീൻ ഓഫ് സ്വോർഡ്സ് വന്നതുകൊണ്ടാണ്. സ്പെസിഫിക്കലി ഒരാളായിട്ടാണ് കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ്, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് കൺസിഡറബിൾ. ഒരേ സ്ഥലത്തല്ല നിങ്ങൾ താമസിക്കുന്നത്. കൂടുതലായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത് വാട്സാപ്പ്, മെസ്സേജസ്, ഫോൺ, ഓക്കെ, മൊബൈൽ വഴിയൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും ഇവരറിയാതെയാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാറുള്ളത് എന്നുള്ളൊരു പ്രോബ്ലം അവിടെ കാണുന്നുണ്ട്. ഇവർക്ക് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തോന്നുന്ന അത്രയും സ്നേഹമാണ് നിങ്ങളോട്. ഓക്കെ, പക്ഷേ ഇവർക്ക് ഇവരുടെ സ്പൗസിനെ പേടിയുമാണ്. വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദിസ് സിറ്റുവേഷൻ? വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദിസ് സിറ്റുവേഷൻ? ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ലിബ്ര, ജംന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ആൻഡ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, 10 of cups, 7 of pentacles. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതിനെ പറ്റിയിട്ട് ഇവർ വളരെയധികം ആലോചിക്കുന്നുണ്ട്. അതിനു വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയമെടുത്ത് സോൾവ് ചെയ്യാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. രണ്ട് രീതിയിലും എടുക്കാം. ഒന്നുകിൽ ഇവർ അവരുടെ വീടിൻ്റെ സ്റ്റെബിലിറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വെക്കും. 10 of cups, is it for my viewers or for the family? Is it for my viewers or for the family? Okay, ജസ്റ്റിസ്, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു കോർട്ട് കേസ്, ഒരു ഡിവോഴ്സ് കേസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതൊന്ന് സെറ്റിലായതിനു ശേഷം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, കാരണം 10 of cups പറയുമ്പോൾ ഒരു ഫാമിലി കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കോർട്ട് കേസ്, നിങ്ങൾക്കൊരു ന്യായം പ്രകാരമുള്ള ഒരു തീരുമാനം തരണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ചിലരെങ്കിലും ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി മൂവ് ചെയ്ത് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട്. അതായത് കോർട്ട് കേസ് മൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജ് ഇവരുടെ ഭാഗത്തു നിന്ന് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്. ജസ്റ്റിസ് വെച്ചിട്ട് ലിബ്ര രാശിക്കാരും വന്നു അതിൽ കേട്ടോ. 3 of wands, അത് ഹെയറോഫന്റ് ഉറപ്പായിട്ടും. ക്വീൻ ഓഫ് കപ്സ് ആൻഡ് 4 of pentacles. നിങ്ങളെ പ്രതി ഭയങ്കരമായിട്ട് പൊസസീവാണ് ഇവർ, ഹൈലി ഇമോഷണൽ ആണ്. ഹെയറോഫന്റ് ആണ്, പക്ഷേ ഹെയറോഫന്റിൻ്റെ അവിടെ വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങളെ പ്രതി ഭയങ്കര പൊസസീവാണ്, ഇമോഷണലാണ്, ഒരുപാട് സ്നേഹമുണ്ട്. അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ what would be the final outcome of this case? What will be the final outcome, divine? Please tell me. Aries, Leo, Sagittarius, Medam, Chingam, Dhanu, Taurus, Virgo, Capricorn, Rishabham, Kanni, Magaram and Cancer, Scorpio, Pisces, Karakadam, Rishabham. Final outcome. 3 of Swords, King of Pentacles. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. സോറി, ഞാൻ ഇതിൽ കാണുന്നത് അതുപോലെ പറയാനേ എനിക്ക് സാധിക്കുള്ളൂ. ഇതെൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്.
കാർഡ്സ് എന്താണോ കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങളുടെ അടുത്ത് പറയുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഓക്കെ, അതുകൊണ്ട് ഇത് കേട്ടിട്ട് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ പേഴ്സൺ അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മേലെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്നാൽ മനസ്സ് ഒരുപാട് സന്തോഷിച്ചിട്ടൊന്നുമല്ല അവർ ആ തീരുമാനം എടുക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബ്രേക്ക്, ഹാർട്ട് പെയിൻ എല്ലാം ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ആ തീരുമാനം എടുക്കാൻ നിർബന്ധിതരാവുന്നത്. കാരണം അവർ മാരീഡാണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെ. പ്രോബബ്ലി കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിരിക്കും ഈ കേസിൽ. അതുപോലെ നിങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമായിട്ട് ലൈക്ക് ഇവർ 4 പേര് അറിയപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അതായത് ഇവരെന്ത് ചെയ്താലും അത് മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നിവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തെറ്റായിട്ടൊരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ കേസൊക്കെ അവിടെ വരുമ്പോൾ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെയുള്ള കാര്യം ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് ഇവർക്ക്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോരാനും പറ്റുന്നില്ല, നിങ്ങളെ വിടാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരേത് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി ചൂസ് ചെയ്യുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ക്ലാരിഫൈങ് 9 of Wands, ക്ലാരിഫൈങ് 9 of Wands. ഈ സിറ്റുവേഷൻസൊക്കെ മാറി മറിഞ്ഞുകൂടായികയൊന്നുമില്ല. ഓക്കെ, ലോങ് റണ്ണിൽ സിറ്റുവേഷൻസ് മാറുമ്പോൾ ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഇവരുടെ ലൈഫ് സിറ്റുവേഷൻസ് മാറുമ്പോൾ വേറെ രീതിയിലായിരിക്കും കാര്യങ്ങൾ വരുന്നത്. Ace of Swords, Judgment and 4 of Cups. നിങ്ങളെ പ്രതി ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് അവർ. അവിടെയും ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഹൈലി മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ലൈഫിലൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു അറിവ്, ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഡിവൈൻ, പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദിസ്. വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ദിസ്? ലിബ്ര, തുലാ രാശിക്കാരാണ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം ആൻഡ് Wands, Aries, Leo, Sagittarius, മേഡം, ചിങ്ങൻ, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ലിബ്രക്കാരാണ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നതിൽ. ക്വീൻ ഓഫ് സ്വാർഡ്സ്, ജഡ്ജ്മെൻറ്റ് വീണ്ടും കേട്ടോ. ഇവിടെയും അത് തന്നെയാണ്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഇവരുടെ ലൈഫിൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളാണ് അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ. നിങ്ങളെ ഹൈ മിസ്സിങ് എനർജിയിലാണ് ഇവർക്ക് അറ്റ് പ്രസൻറ്റ്. മറ്റേ കേസിൽ അവർ തീരുമാനം എടുത്തിരിക്കുന്നു കോർട്ട് കേസിന് പോകാമെന്ന്. ഇവിടെ അറ്റ് പ്രസൻറ്റ് കോർട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജ്മെൻറ്റിൻ്റെ കേസിൽ അവർ ജഡ്ജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനൽ ഔട്ട്കം എന്താണെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വീൻ ഓഫ് സ്വാർഡ്സ് ആണ് അവരുടെ തേർഡ് പാർട്ടി. ഓക്കെ, ആ തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ നിന്ന് റിമൂവ് ആവുന്നതിനുള്ളൊരു വെയിറ്റിംഗ് പീരീഡാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് അവർക്ക് ഫൈനൽ ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. പ്ലീസ് ഗിവ് മീ ദ നെക്സ്റ്റ് ആക്ഷൻ ഡിവൈൻ ഇൻ കേസ് ദ ജഡ്ജ്മെൻറ്റ് കംസ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ്? 9 ഓഫ് സ്വാർഡ്സ് വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ സ്ട്രെസ്ഡ് ആണ്. നെക്സ്റ്റ് ആക്ഷൻ എനിക്ക് കിട്ടിയില്ല. ഈ കാർഡ് എനിക്ക് എന്നെ ക്വസ്റ്റ്യനുള്ള ആൻസർ അല്ല. ഗിവ് മീ ദ നെക്സ്റ്റ് ആക്ഷൻ. ഇറ്റ്സ് നോട്ട് ക്ലിയർ ഫോർ മീ. What can we expect from this person once judgment is received? നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു ലോയർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് 2 പ്രാവശ്യം വന്നത് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ് അവർ മുന്നോട്ട് വന്ന് അവരുടെ സ്വന്തം കാര്യം തീരുമാനിച്ച് നിങ്ങളുമായിട്ട് യൂണിയനിൽ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ഫ്രൂട്ട് പെൻറ്റക്കിൾസ് റിസീവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ലൈഫ് അവർ വീണ്ടും സെറ്റപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് വരും. നിങ്ങളുടെ പേഴ്സൺ ലോയർ ആയിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം, മെഡിസിൻ റിലേറ്റഡ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഹീലർ ആയിരിക്കാം, റേക്കി
അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈവൻ പ്രീസ്റ്റ് ആയിരിക്കാം കേട്ടോ, ഞാൻ പറയാൻ പാടുമെന്നറിയില്ല. ഈവൻ ഈ റിലീജിയസ് സ്പിരിച്വൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരിലേക്ക് പ്രഭാഷണമൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ആൾക്കാരായിരിക്കാനും സാധ്യതയുണ്ട്. ഒരു യോഗ ടീച്ചറായിരിക്കാം, അങ്ങനെയൊക്കെ. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു സ്പിരിച്വാലിറ്റി, അങ്ങനെ ഉള്ള ആൾക്കാരുമായിരിക്കാം ഇതിൽ. ഓക്കെ, പക്ഷേ ഇവർക്ക് ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട്, ഇവർ മാരീഡാണ്. ഓക്കെ, അത് റിമൂവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. Clarify Queen of Swords, please. Clarify Queen of Swords. Ace of Wands. Oh. 3 of Swords and the Devil. ഓക്കെ, ഇവർ ഈ ക്വീൻ ഓഫ് സ്വാർഡ്സ് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വെരി സ്ട്രോങ് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈസ് വെരി വെരി സ്ട്രോങ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇവരുടെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, കുറച്ച് ഒരു നെഗറ്റിവിറ്റി കയ്യിൽ വെച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ലൈക്ക് എനിക്കിത് പറയാനേ മടിയാണ്. ലൈക്ക് എന്തോ ഒരു സ്പെല്ലൊക്കെ ചെയ്തിട്ട്, ലൈക്ക് ഒരു ബ്ലാക്ക് മാജിക് പോലെയൊക്കെ ചെയ്തിട്ട് ഇവരെ പിടിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്കിത് പറയാൻ, ഈ ഒരു ടോപ്പിക് എനിക്ക് പറയാൻ മടിയാണ്. കാരണം ഒരു അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായി പോകരുത്. പക്ഷെ ഒരു നെഗറ്റിവിറ്റി അവിടെ കാണുന്നുണ്ട്. ശരി, ഫോഴ്സ്ഫുള്ളി ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെ എടുക്കും. ഓക്കെ, ആ ബ്ലാക്ക് മാജിക് പാർട്ട് അങ്ങ് വിട്ടേക്കും. ഇവരെ ഫോഴ്സ്ഫുള്ളി, ഇവരുടെ നെഗറ്റിവിറ്റി മൂലം ഇവരെ പേടിയാണ് നിങ്ങളുടെ പേഴ്സണ്. അവരെ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു വലിയ മേജർ ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ആ തേർഡ് പാർട്ടിയെ ഭയങ്കര പേടിയാണ്. ക്ലാരിഫൈ Ace of Wands. What is the next action? What is the next action expected from my viewer's person? Will there be a next action? പേജ് ഓഫ് ഫോൺസ്. നിങ്ങൾക്ക് ഇവരറിയാതെ ഒരു മെസ്സേജ് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ഹെർമിറ്റ് ആണ്, ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ് ഇവർ, വല്ലാത്ത വിഷമത്തിലാണ് ഇവർ ഇരിക്കുന്നത്. ഓക്കെ, അത് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിൽ ദേ ബി ഏബിൾ ടു കം ഔട്ട് ഓഫ് ദ തേർഡ് പാർട്ടി സിറ്റുവേഷൻ? പ്ലീസ് ടെൽ മീ, വിൽ ദേ ബി ഏബിൾ ടു come out of this third party situation? Hanged man. ഇവരുടെ ചിന്തയാണ് ഇവരെ സ്റ്റോപ്പ് ചെയ്യുന്നത്, മനസ്സിലായോ? ഇവരുടെ ഉള്ളിലുള്ള ഭയമുണ്ടല്ലോ, ആ ഭയമാണ് ഇവരെ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നത്. അവരവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ചിന്തകൾ മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അവർക്ക് ധൈര്യം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവർ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരും എന്നാണ് കാണുന്നത് കേട്ടോ. അവിടെ വളരെ തീവ്രമായിട്ട് സ്റ്റക്കായിരിക്കുകയാണ്. പേടി മൂലമാണ് അവിടെ സ്റ്റക്കായിരിക്കുന്നത്. ആ ചിന്ത മാറിയാൽ ഇവർക്ക് പുറത്ത് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ക്ലാരിഫൈ 8 of Wands. Clarify 8 of Wands. King of Pentacles, Page of Cups, King of Cups. ഇവിടെ തേർഡ് പാർട്ടി അവരുടെ കരിയറാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, പൈസ സമ്പാദിക്കുക, അതിലൊക്കെയാണ് ഇവർ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഫുൾഫിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഫുൾഫിൽ ആയതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടുമില്ല. കാരണം കിങ് ഓഫ് കപ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ആക്ഷൻ എടുക്കാത്ത ആളാണെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ സ്പീഡി ആക്ഷനാണ് കാണുന്നത്. കാരണം 8 of Wands വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. ഇത് ഫർദറായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് ഫർദറായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈങ് what is the next action in this case? What is the next action in this case?
3 of Wands and Knight of Pentacles. നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കുറച്ച് ഹാർഡ് വർക്കിംഗ് ആളാണ് കേട്ടോ. ഹാർഡ് വർക്കിംഗ് ആളാണ്. ഇവർ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്തേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് സമയം എടുത്തിട്ടാണ് അവർ വരുന്നുണ്ട്. ഹൗ സൂൺ can we expect? Because they want to have a speedy action, but they are in Knight of Pentacles energy. Why? Why are they in Knight of Pentacles energy? Page of Cups and Ace of Cups. സ്നേഹം തന്നെയാണ് കേട്ടോ, അവിടെ സ്ലോയിങ് ഡൗൺ ഒന്നും ഇല്ല. ഇത്ര നാൾ അവർ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരിരിക്കുക. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവിടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു അവിടെ കേട്ടോ. പ്രോബബ്ലി എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അത് അവരുടെ ഹാർഡ് വർക്ക് മൂലം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. ഏസ് ഓഫ് കപ്സ് അറിയാലോ, ഏറ്റവും സ്നേഹം പ്രകടമാക്കുന്ന ഒരു കാർഡാണത്. ഏസ് ഓഫ് കപ്സിൻ്റെ ഒപ്പം തന്നെ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് 2 പ്രാവശ്യം വന്നു. അതായത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും വന്നിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവരവരുടെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ, ഇതാണല്ലോ എനിക്ക് റിലേറ്റ് ആവുന്നതെന്നുള്ളത്. അത് മാത്രം റെസനേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. Clarify 8 of Pentacles, please. Clarify 8 of Pentacles. Ten of Wands. Knight of Pentacles. Oh, 9 of Cups. Very good. ഇതും അതേപോലെ തന്നെ അവർ ഇത്ര നാൾ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി. അവർ ഇപ്പോൾ അതിൽ എക്സോസ്റ്റഡ് ആണ്. അവർക്ക് മതിയായി, ജോലിയും കാര്യങ്ങളും സമ്പാദിച്ച് കാണണം, അത്യാവശ്യം പൈസ സമ്പാദിച്ച് കാണണം, സേവ് ചെയ്ത് കാണണം. ഇനി അവർ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ, പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ expected in this case. What is the next action expected in this case? Cancer, Scorpio, Pisces, Karkadakam, Vrishikam, Meenam, Taurus, Virgo, Capricorn, Rishabham, Kanni, Magaram, Aries, Leo, Sagittarius, Medam, Chingam, Dhanu. The Chariot നിങ്ങളുടെ അടുത്തേക്ക് ഉറപ്പായിട്ട് വരുന്നു. എക്സ്ഹോഷൻ അവിടെ വളരെ തീവ്രമായിട്ട് 2 പ്രാവശ്യം 10 of Wands റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് ഇനി ഒരു റെസ്റ്റ് വേണം. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവോളം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരാം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇനി ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരാം എന്ന് തന്നെയാണ് ഇവർ അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് യൂണിഫോം ധരിക്കേണ്ട ആവശ്യമുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. ഹെൽത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കും. ജിമ്മിലൊക്കെ പോയി ഇച്ചിരി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ വളരെ സ്പീഡി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കേസാണോ എന്താണോ കാർഡ് എനിക്ക് കാണിച്ചു തന്നത് ഞാൻ അതുപോലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. അതുപോലെ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. വിൽ പവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? വിൽ പവർ കൊണ്ട് മാരക രോഗങ്ങൾ മാറിയിട്ടുള്ളവർ വരെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു റിലേഷൻഷിപ്പ് അല്ലേ, അതിൽ മാറ്റം വരുത്താൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ അല്ലേ? അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, ഡിവൈനെ എല്ലാം ഏൽപ്പിക്കുക, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, സ്ട്രെസ് ആവാതിരിക്കുക. കാരണം എന്താ അറിയോ, അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അതിനെ പറ്റിയിട്ട്. നിങ്ങൾ സ്ട്രെസ് ആവും തോറും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോവും കേട്ടോ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ തമ്മിലുള്ള ലിങ്ക്. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് എനർജിയുമായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തേക്കുക. പോസിറ്റീവായിരിക്കുക, ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. May God bless.